Good morning, my dear students. Today we will start a new module. Module name is Constructor and Destructors Overloading. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ക്ലാസ് എന്താണെന്നും ഒരു ക്ലാസ്സിന് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഈ ഒബ്ജക്റ്റ് വെച്ച് എങ്ങനെയാണ് ഡാറ്റ മെമ്പേഴ്സിനെയും അതുപോലെ മെമ്പർ ഫംഗ്ഷനെയും ഒക്കെ നമ്മൾ കോൾ ചെയ്യുന്നത് എന്നും നമ്മൾ കണ്ടു. ഇനി അടുത്ത മൊഡ്യൂളാണ് കൺസ്ട്രക്ടർ. അപ്പം ആദ്യമേ ഇവിടെ നമ്മൾ കൺസ്ട്രക്ടർ മൊഡ്യൂളിൻ്റെ സിലബസ് കാണിക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് കൺസ്ട്രക്ടർ, എന്താണ് കൺസ്ട്രക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ കൺസ്ട്രക്ടർ ഈസ് എ മെമ്പർ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസിൻ്റെ മെമ്പർ ഫംഗ്ഷനാണ്. എന്താണ് മെമ്പർ ഫംഗ്ഷൻ? ക്ലാസിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന് പറയുന്ന പേരാണ് മെമ്പർ ഫംഗ്ഷൻ. അപ്പോൾ കൺസ്ട്രക്ടർ എന്താണ്? അങ്ങനെ ക്ലാസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെമ്പർ ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ. അങ്ങനെ പറഞ്ഞാലും ഈ മെമ്പർ ഫംഗ്ഷനും, അതായത് സാധാരണ ക്ലാസ്സിനകത്ത് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ കൊടുക്കാറുണ്ട്, ഡാറ്റ മെമ്പേഴ്സ് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു നോർമൽ മെമ്പർ ഫംഗ്ഷൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു കൺസ്ട്രക്ടർ ആണ് എന്നത്? മെമ്പർ ഫംഗ്ഷനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ക്ലാസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതൊരു കൺസ്ട്രക്ടർ മെമ്പർ ഫംഗ്ഷൻ ആണോ അല്ല ഒരു നോർമൽ മെമ്പർ ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസിൻ്റെ അകത്തെ മെമ്പർ ഫംഗ്ഷനാണ്. വിച്ച് ഇനിഷ്യലൈസസ് ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ്. അതെന്താണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇൻ C++, കൺസ്ട്രക്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. അതായത് സാധാരണ ഒരു മെമ്പർ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് കൊടുത്തു, ദെൻ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ആ മെമ്പർ ഫംഗ്ഷൻ്റെ പേര് വിളിക്കുന്നു. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. എന്നാൽ ഒരു കൺസ്ട്രക്ടറിനെ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എപ്പോഴാണോ ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഈ കൺസ്ട്രക്ടറെ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇത്രയും ഉള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റ് OBJ. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് വെച്ച് എങ്ങനെയാണ് ഒരു ക്ലാസ്സിനെ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്? OBJ ഡോട്ട് ആ മെമ്പർ ഫംഗ്ഷൻ്റെ നെയിം അല്ലേ? പക്ഷേ ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണ് അത് കോൾ ചെയ്യുന്നത്? അത് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുകയാണ്. എപ്പോൾ? വെനെവർ ദി ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. എപ്പോഴാണോ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻറ്റ് OBJ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കൺസ്ട്രക്ടറെ കോൾ ചെയ്യും. ഇറ്റ് ഈസ് സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഓഫ് ദി ക്ലാസ്. ഇത് ക്ലാസ്സിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്പർ ഫംഗ്ഷനാണ്. ഹൗ കൺസ്ട്രക്ടേഴ്സ് ആർ ഡിഫർ ഫ്രം എ നോർമൽ മെമ്പർ ഫംഗ്ഷൻ. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. സാധാരണ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ടർ, ഒരു ക്ലാസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ കൺസ്ട്രക്ടർ ആണോ അതോ നോർമൽ ആയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻ ആണോ എന്ന്? എ കൺസ്ട്രക്ടർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം നോർമൽ മെമ്പർ ഫംഗ്ഷൻ ഇൻ ഫോളോയിങ് വേഴ്സ്. കൺസ്ട്രക്ടർ ഹാസ് സെയിം നെയിം ആസ് ദി ക്ലാസ് ഇറ്റ് സെൽഫ്. അതായത് കൺസ്ട്രക്ടറിൻ്റെ നെയിം എന്ത് തന്നെയായിരിക്കും? ആ ക്ലാസിൻ്റെ നെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ടറാണ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ടർ ഹാസ് സെയിം നെയിം ആസ് ദി ക്ലാസ് ഇറ്റ് സെൽഫ്. ക്ലാസിൻ്റെ നെയിം എന്തു തന്നെയാണോ അത് തന്നെയായിരിക്കും കൺസ്ട്രക്ടറിൻ്റെ നെയിം. അതായത് സ്റ്റുഡൻറ്റ്, ക്ലാസ് സ്റ്റുഡൻറ്റ്, ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് വിചാരിക്കാം. അതേപോലെ വോയിഡ് ഗെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് രണ്ടും ആ ക്ലാസ്സിൻ്റെ മെമ്പർ ഫംഗ്ഷനാണ്. പക്ഷേ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ കൺസ്ട്രക്ടറാണ്. എന്തുകൊണ്ട്? അതിൻ്റെ നെയിം, ആ മെമ്പർ ഫംഗ്ഷൻ്റെ നെയിം എന്ത് തന്നെയാണ്? ക്ലാസ്സിൻ്റെ നെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസ്സിൻ്റെ നെയിമും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കൺസ്ട്രക്ടർ എന്താണ്? ഒരു മെമ്പർ ഫംഗ്ഷനാണ്. ക്ലാസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസ്സിൻ്റെ നെയിമും സെയിം ആയിരിക്കും. എ കൺസ്ട്രക്ടർ ഡു നോട്ട് ഹാവ് റിട്ടേൺ ടൈപ്പ്. കൺസ്ട്രക്ടറിന് ഒരിക്കലും ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാകത്തില്ല. എക്സാമ്പിൾ, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുക?
റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ നെയിം, ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, അങ്ങനെയല്ലേ? ഓക്കെ, സെമിക്കോളൻ ഡിക്ലറേഷൻ ആകുമ്പോൾ ഇവിടെ എന്താണ് ഈ റിട്ടേൺ ടൈപ്പായിട്ട് നമ്മൾ കൊടുക്കുക? ഒന്നെങ്കിൽ വോയിഡ് ആകാം, ഇൻറ്റ് ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം, എക്സെട്ര, അങ്ങനത്തെയുള്ള ഡാറ്റ ടൈപ്സുകളാണ് കൊടുക്കുന്നത്. പക്ഷേ കൺസ്ട്രക്റ്റിൻ്റെ കേസിൽ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാകത്തില്ല. കൺസ്ട്രക്ടറിന് നമ്മളിങ്ങനെ റിട്ടേൺ ടൈപ്പ് എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എ കൺസ്ട്രക്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരു നോർമൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കോൾ ചെയ്യുക? ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ആ ഫംഗ്ഷൻ്റെ നെയിം, അല്ലേ? പക്ഷേ കൺസ്ട്രക്ടറിനെ നമ്മളിങ്ങനെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ച് കോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എപ്പോഴാണോ ആ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടറെ കോൾ ചെയ്യും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുന്നത്? ബിക്കോസ് കൺസ്ട്രക്ടർ നെയിം ഈസ് സെയിം ആസ് ദി ക്ലാസ് നെയിം. ക്ലാസിൻ്റെ നെയിമും കൺസ്ട്രക്ടറിൻ്റെ നെയിമും സെയിം ആണ്. സോ ആ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആരെയും കോൾ ചെയ്യും? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഇഫ് യു ഡു നോട്ട് സ്പെസിഫൈ എ കൺസ്ട്രക്ടർ, C++ compiler generate a default constructor for us except no parameter and has an empty body. അപ്പം ഇത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. കൺസ്ട്രക്ടർ ഇൻ C++ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, സെക്കൻഡ് വൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് തേർഡ് വൺ കോപ്പി കൺസ്ട്രക്ടർ. അപ്പോൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് കോപ്പി കൺസ്ട്രക്ടർ. ഓക്കെ, ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ വേണമെങ്കിൽ നമുക്ക് നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്നും പറയാം. ഇൻ C++, എ കൺസ്ട്രക്ടർ ഹാസ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസിൻ്റെ നെയിമും സെയിം തന്നെയായിരിക്കും, അതിനൊരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാകത്തില്ല എന്ന്. അപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലേക്ക് പോകാം. ക്ലാസ് വോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസിൻ്റെ പേര്. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പബ്ലിക്കായിട്ട് വോൾ ബ്രാക്കറ്റ് ഓപ്പൺ. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതൊരു കൺസ്ട്രക്ടറാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ബിക്കോസ് ഈ മെമ്പർ ഫംഗ്ഷൻ്റെ നെയിമും ക്ലാസിൻ്റെ നെയിമും സെയിം അല്ലേ? നോക്കിക്കേ, രണ്ടിൻ്റെയും പേരെന്ത് തന്നെയാണ്? വോൾ, അല്ലേ? അപ്പം ഇതൊരു കൺസ്ട്രക്ടറാണ്. ഇനി ഇതിന് ഈ വോൾ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിന് മുമ്പിൽ നമ്മൾ എന്തെങ്കിലും റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതായത് വോയിഡെന്നോ ഇൻറ്റെന്നോ ഫ്ലോട്ടെന്നോ ഡബിളെന്നോ ലോങ്ങെന്നോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് കൺസ്ട്രക്ടറിന് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ വോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ കൺസ്ട്രക്ടർ. നമ്മൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത്? കൺസ്ട്രക്ടറിൻ്റെ നെയിമും ദെൻ ക്ലാസിൻ്റെ നെയിമും സെയിം ആയിരിക്കും. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിൻ്റെ അകത്തുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ആയിരിക്കും കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ the function wall is a constructor of the class wall. Notice that the constructor has the same name as the class. ആണല്ലോ, കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസിൻ്റെ നെയിമും സെയിം തന്നെയാണ്. ഡസ് നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. ഇതിനൊരു റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈസ് ആൻഡ് ഇറ്റ് ഈസ് പബ്ലിക്. ഇത് പബ്ലിക് ആയിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയറിൻ്റെ അകത്ത് വേണം നമ്മൾ കൺസ്ട്രക്ടറിനെ കൊടുക്കാൻ. ഓക്കെ, let us understand the type of constructor in C++ by taking a real world example. അപ്പോൾ 3 ടൈപ്പ് കൺസ്ട്രക്ടർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് കോപ്പി കൺസ്ട്രക്ടർ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നമുക്കതിനെ നോക്കാം. ഓക്കെ, സപ്പോസ് യു വെൻ ടു എ ഷോപ്പ് ടു ബൈ എ മാർക്കർ. നമ്മളൊരു മാർക്കർ മേടിക്കാൻ ഒരു ഷോപ്പിൽ പോവുകയാണ്. വെൻ യു വാണ്ട് ടു ബൈ എ മാർക്കർ, വാട്ട് ആർ ദി ഓപ്ഷൻസ്? നമുക്കൊരു മാർക്കർ വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെയാണ്? മാർക്കർ എന്ന് വെച്ചാൽ എന്താണ്? പെന്നില്ലേ, നമ്മൾ ബോർഡിലൊക്കെ എഴുതുന്ന മാർക്കർ. ഓക്കെ, അപ്പം മാർക്കർ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ദി ഫസ്റ്റ് വൺ, യു ഗോ ടു എ ഷോപ്പ് ആൻഡ് സേ ഗീവ് മീ എ മാർക്കർ. So just saying give me a marker mean that you didn't set which brand name and which color. You didn't mention anything, just say you want a marker. അപ്പം നമ്മൾ മാർക്കർ മേടിക്കാൻ പോവാണ്, മാർക്കർ അല്ലെങ്കിൽ പെന്നോ പെൻസിലോ എന്തെങ്കിലും മേടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ കടയിൽ ചെന്നിട്ട് പറയണം ഒരു മാർക്കർ വേണമെന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കളറ് പറഞ്ഞിട്ടില്ല, ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഏത് കളർ മാർക്കർ വേണമെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, പക്ഷേ എനിക്കൊരു മാർക്കറും വേണം. സോ വെൻ വി said just I want a marker, so whatever the frequently sold marker is there in the market or in his shop, he will simply hand over that, and this is what a default constructor. എൻ്റെ ടാസ്ക് എന്താണ്? മാർക്കർ വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് മാർക്കർ എന്ന് പറയുന്നതാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, മാർക്കർ, അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് നമ്മൾ പാസ് ചെയ്യാറുണ്ടല്ലോ, ഇല്ലേ? ഇതിൻ്റെ അകത്ത് ഈ മാർക്കർ വാങ്ങിക്കാൻ പോകുന്ന കേസിൽ എൻ്റെ ഫംഗ്ഷൻ്റെ പേരെന്താണ്? മാർക്കർ. ആർഗ്യുമെൻറ്റ് ലിസ്റ്റായിട്ട്
ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കളർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, ബ്രാൻഡ് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് മാർക്കർ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഷോപ്പിലുള്ള ആൾ ഏത് മാർക്കറാണോ എടുത്തു തരുന്നത് അത് വാങ്ങി ഞാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഞാനിവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ജസ്റ്റ് മാർക്കർ വേണമെന്ന് മാത്രം പറയുന്നു. സോ ഇറ്റ് ഈസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഇനി സെക്കൻഡ് മെത്തേഡ്, യു ഗോ ടു എ ഷോപ്പ് ആൻഡ് സേ ഐ വാണ്ട് എ മാർക്കർ എ റെഡ് ഇൻ കളർ ആൻഡ് XYZ brand. So you are mentioned this and he will give you that marker. So in this case you have given the parameter and this is what a parameterized constructor is. ഈ രണ്ടാമത്തെ കേസിൽ ഞാൻ പറയുകയാണ്, മാർക്കർ വേണം, പക്ഷേ അതിൻ്റെ കളർ റെഡ് ആയിരിക്കണം, അതിൻ്റെ ബ്രാൻഡ് ഇന്നതായിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ മാർക്കർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ. എൻ്റെ 2 പാരാമീറ്റർ ഏതൊക്കെയാണ്? മാർക്കറിൻ്റെ കളറും മാർക്കറിൻ്റെ ബ്രാൻഡും. സോ ഹിയർ 2 പാരാമീറ്റർ ഉണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. Okay, and third one, you go to a shop and say I want a marker like this, a physical marker on your hand. So the shopkeeper will see that marker, okay, and he will give a new marker for you. So copy of that marker, and that is what copy constructor. മൂന്നാമത്തെ സിറ്റുവേഷൻ ഇതാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു മാർക്കർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഒരു മാർക്കർ എനിക്ക് വേണം, ദാറ്റ് ഈസ് കോപ്പി. ഇതേ മാർക്കറിൻ്റെ സെയിം ഒരു കോപ്പി, ഇതേപോലത്തെ തന്നെ, ഇതേ കളറ്, ഇതേ ബ്രാൻഡ്, ഇതേപോലത്തെ ബോഡി ഉള്ള ഒരു മാർക്കർ എനിക്ക് വേണമെന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് കോപ്പി കൺസ്ട്രക്ടർ. ഓക്കെ, ഫസ്റ്റ് വൺ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, ദർ ഈസ് നോ ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ. മാർക്കർ വേണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ അതിൻ്റെ കളറോ ബ്രാൻഡോ ഞാൻ പറയുന്നില്ല. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഓർ നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഹിയർ ഐ മെൻഷൻ ദി പാരാമീറ്റർ ലിസ്റ്റ്, ദാറ്റ് ഈസ് I want a marker and the color is red and the brand number is XYZ anything. ഓക്കെ, അപ്പോൾ ഹിയർ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? മാർക്കർ വേണമെന്ന് പറയുന്നു, അതിൻ്റെ അകത്ത് പാരാമീറ്ററൈസും പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? ഞാൻ ഷോപ്പിൽ പോകുന്നത് എൻ്റെ കയ്യിൽ ഒരു മാർക്കർ എടുത്തുകൊണ്ടാണ്, ഇതേപോലത്തെ, ഇതേ കോപ്പിയിലുള്ള, ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു മാർക്കർ എനിക്ക് വേണം. സോ ഇറ്റ് ഈസ് നോൺ ആസ് കോപ്പി കൺസ്ട്രക്ടർ. അപ്പോൾ ഇപ്പം മനസ്സിലായെന്ന് തോന്നുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടർ ഏതൊക്കെ ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. Default constructor is the constructor which does not take any argument, it has no parameter. നമ്മൾ പറഞ്ഞ പോലെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന് പാരാമീറ്റർ ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് മാർക്കർ മതി, അതിൻ്റെ കളറോ ബ്രാൻഡോ ഒന്നും എനിക്ക് വേണ്ട. അതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം എന്താണ്? വോൾ അല്ലേ. ദെൻ പ്രൈവറ്റ് ആയിട്ട് ഞാനൊരു ഡാറ്റ മെമ്പറിനെ കൊടുത്തിട്ടുണ്ട്, ലെങ്ത് ആണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡബിൾ ആണ്. ഓക്കെ, പബ്ലിക്കായിട്ട് നമ്മളെപ്പോഴും ഓർക്കുക, കൺസ്ട്രക്ടർ എവിടെ മാത്രമേ കൊടുക്കാവുള്ളൂ? പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയറിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ കൺസ്ട്രക്ടർ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ വോൾ ഓഫ്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കുക, ഈ പ്രോഗ്രാമിൽ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ മെത്തേഡിൻ്റെ പേരെന്താണ്? വോൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതൊരു കൺസ്ട്രക്ടറാണ്. എന്തുകൊണ്ട്? ക്ലാസിൻ്റെ നെയിമും കൺസ്ട്രക്ടറിൻ്റെ നെയിമും സെയിം ആണ്. കൂടാതെ ഇത് പബ്ലിക് ആക്സസ് സ്പെസിഫയറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ കൺസ്ട്രക്ടറിന് എന്തുണ്ടാകത്തില്ല? ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാകത്തില്ല. നമ്മളിവിടെ വോയിഡ് വാളെന്നോ ഇൻറ്റു വാളെന്നോ ഡബിൾ വാളെന്നോ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. റിട്ടേൺ ടൈപ്പ് ഒരിക്കലും കൺസ്ട്രക്ടറിന് വരത്തില്ല. നോക്കുക, വോൾ ബ്രാക്കറ്റ് ഓപ്പൺ കോഴ്സ് അല്ലേ. ഈ പാരാമീറ്റർ വല്ലതും ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതെന്താണ്? ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. എന്തുകൊണ്ട്? ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് ഇതിലില്ല. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിന് വാല്യൂ കൊടുക്കുകയാണ്. ലെങ്ത് ഈക്വൽ ടു 5.5. ഓക്കെ, ലെങ്ത്തിൻ്റെ വാല്യൂ എന്താണ് കൊടുത്തിരിക്കുന്നത്? 5.5. ഡബിൾ ആയതുകൊണ്ട് 5.5. നിങ്ങൾക്കിപ്പോൾ ഡബിൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഇൻറ്റോ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ കാണിക്കുക, അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ലാതെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സി ഔട്ട് ലെങ്ത്ത് നമ്മൾ
ക്രിയേറ്റിംഗ് എ വാൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ലൈനാണ് സി ഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ലെങ്ത് മാത്രം ഡിസ്പ്ലേ ചെയ്താലും മതി. നമ്മളിവിടെ ഒരു ക്രിയേറ്റിംഗ് എ വാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു, ഇൻറ്റ് മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു. ഇനി നോക്കിക്കേ, വോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം, വോൾ 1 എന്ന് പറയുന്നതാണ് എൻ്റെ ഒബ്ജക്റ്റിൻ്റെ നെയിം. ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റിട്ടേൺ 0 കൊടുത്ത് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഇവിടെ എന്തുകൊണ്ടാണ് വോൾ 1 ഡോട്ട് വോൾ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ കോൾ ചെയ്യാത്ത കാര്യമില്ല. എന്തുകൊണ്ട്? കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസ്സിൻ്റെ നെയിമും സെയിം ആണ്. സോ കൺസ്ട്രക്ടർ ക്ലാസ്സിനെ എപ്പോഴാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ബൈ ഡിഫോൾട്ട് ആരെയും കോൾ ചെയ്തോളും? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. അതുകൊണ്ടാണ് വോൾ 1 ഡോട്ട് വോൾ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കാത്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ്സിൻ്റെ നെയിമാണ് വോൾ, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ നെയിമാണ് വോൾ 1. നിങ്ങൾക്ക് ഇവിടെ വോൾ 1 എന്ന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, വോൾ 1 എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വോൾ 1 ഡോട്ട് വോൾ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ മെത്തേഡിനെ കോൾ ചെയ്യേണ്ട കാര്യമില്ല. ക്ലാസ്സിൻ്റെ നെയിമും കൺസ്ട്രക്ടറിൻ്റെ നെയിമും സെയിം ആയതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ ക്ലാസ്സിന് ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്നത് ആ സമയത്ത് ബൈ ഡിഫോൾട്ടായിട്ട് കമ്പൈലർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നമ്മുടെ കഴ്സർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? എവിടെ ഈ ക്ലാസ്സിൽ എവിടെയെങ്കിലും കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ ഹിയർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, വോൾ 1. നമ്മുടെ കമ്പൈലർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? ഇവിടെ വോൾ എന്ന് പറയുന്ന ഈ കൺസ്ട്രക്ടറിലേക്ക് എത്തി. അവിടെ എന്താണ് ചെയ്തേക്കുന്നത്? ലെങ്തിന് 5.5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിട്ട് പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുകയാണ്. ക്രിയേറ്റിംഗ് എ വാൾ. നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്ത് വരും? ക്രിയേറ്റിംഗ് എ വാൾ. ദെൻ രണ്ടാമത്തെ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലെങ്ത് ഈക്വൽ ടു ലെങ്ത് ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലെങ്ത്? 5.5. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ എക്സിറ്റ് ഫ്രം ദി പ്രോഗ്രാം. ഹിയർ വെൻ ദി വോൾ 1 ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്, ദി വോൾ ഓഫ് കൺസ്ട്രക്ടർ ഈസ് കോൾഡ് ദിസ് സെറ്റ് ദി ലെങ്ത് വേരിയബിൾ ഓഫ് ദി ഒബ്ജക്റ്റ് ടു 5.5. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വോൾ എന്ന് പറയുന്ന ക്ലാസ്സിന് വോൾ 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ കൺസ്ട്രക്ടറെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകത്തില്ല. ദെൻ കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പും ഉണ്ടാകത്തില്ല. കൺസ്ട്രക്ടറിൻ്റെ നെയിം സെയിം ആസ് ദി ക്ലാസ് നെയിം. ഓക്കെ, താങ്ക് യു.